പാകിസ്ഥാനിൽ വീണ്ടും അജ്ഞാതൻ്റെ വിളയാട്ടം. ഇക്കുറി തീർന്നത് രജൗരി ആക്രമണത്തിൽ ചുക്കാൻ പിടിച്ച ലഷ്കർ ഇ തോയ്ബയുടെ ഒരു ഭീകരനാണ് അബു ഖത്തൽ. ഇന്നലെ രാത്രി ഏതാണ്ട് അർദ്ധരാത്രിയോടടുത്ത് വെടിയേറ്റ് മരിക്കുകയായിരുന്നു. എന്താണ് സാർ ഈ ആരാണ് ഈ അജ്ഞാതൻ? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. അബു ഖത്തലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം രജൗരി ആക്രമണം നടത്തിയല്ല. രജൗരിയിൽ വന്ന് പാകിസ്ഥാനിൽ നിന്ന് പരിശീലനം കിട്ടിയ പലരും വന്ന് ആക്രമണങ്ങൾ നടത്തും, തിരിച്ചു പോകും. അവരുടെ ഒരു ഡ്യൂട്ടി പോലെ ചെയ്യുക. പാകിസ്ഥാൻ ഗവൺമെൻറ് കൊടുത്തിട്ടുള്ള, നമ്മളിവിടെ വന്ന് ഡ്യൂട്ടി ചെയ്യുന്നത് നമ്മുടെ ഡ്യൂട്ടി പോലെ അവർ ചെയ്തു വരുന്ന, നിഷ്ഠയോടെ ചെയ്തിട്ട് പോകുന്ന ആൾക്കാരാണ്. നിത്യത്തൊഴിൽ, അതാണ് തൊഴിലുറപ്പ്. അവർക്ക് ഉറപ്പ് വരുത്താൻ പാകിസ്ഥാനുണ്ട്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഹഫീസ് സയ്യിദ് എന്ന് പറയുന്ന കൊടും ഭീകരൻ്റെ വലം കൈയാണ്. നമുക്കറിയാം, കടലിലൂടെ ഇന്ത്യ മഹാസമുദ്രത്തിലൂടെ മത്സ്യബന്ധന ബോട്ടുകളിൽ വന്നിട്ട് മുംബൈ തീരത്ത് താജ് ട്രൈഡൻറ്റ് ഹോട്ടലിലും മറ്റു ഹോട്ടലുകളിലും നിരത്തുകളിലുമൊക്കെ തോക്കുമായിട്ട് മൃഗയാ വിനോദം നടത്തിയ കസബിനെ മാത്രമേ നമുക്ക് പിടികിട്ടിയുള്ളൂ. മറ്റുള്ളവരെല്ലാം വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. ആ കൂട്ടത്തിൽപ്പെട്ട ആളുകളാണ്. ഏതാണ്ട് 300ഓളം പേരെ ചിരിയോടുകൂടി നരനായാട്ട് നടത്തിയ ആൾക്കാർ. ആ ക്രൂരമായ ഭീകരാക്രമണം നടത്തിയ അതിൻ്റെ ഡയറക്ടർ ഹഫീസ് സയ്യിദ് ആയിരുന്നു. അവിടെ ഇരുന്നു കൊണ്ട് പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിൽ അതിൻ്റെ കോസി കംഫർട്ടിലിരുന്നു കൊണ്ട് അവിടുത്തെ പട്ടാളത്തിൻ്റെ ഭരണാധികാരികളുടെയും അവിടുത്തെ രാഷ്ട്രീയ ഭരണകൂടത്തിൻ്റെയും അനുഗ്രഹാശിസുകളോട് കൂടി തന്നെ ഇതിൻ്റെ ഡയറക്ഷൻ മുഴുവൻ നിർവഹിച്ച ഹഫീസ് സയ്യിദിൻ്റെ വലംകൈയായിരുന്നു ഈ അബു ഖത്തൽ എന്ന് പറയുന്ന ആൾ എന്നുള്ളതാണ്. അദ്ദേഹമാണ് വാളെടുത്തവൻ വാളാൽ മരിക്കുമെന്ന് പറയുന്ന ബിബ്ലിക്കൻ നീതി പോലെ തന്നെ ഇന്ന് അജ്ഞാതനായ ഭീകരനാൽ കൊല്ലപ്പെട്ടു. അതാണ് സംഭവം നടന്നിരിക്കുന്നത്. അവൻ ആരായാലും, ഈ അജ്ഞാതൻ ആരായാലും അവന് നമ്മൾ വലിയൊരു ഹാൻഡ് ഷേക്ക് കൊടുക്കേണ്ടതാണ്, കയ്യടി കാരണം കൊടുക്കണം. ഈ മനുഷ്യൻ തന്നെ രജൗരിയിൽ വന്ന് പാവപ്പെട്ട നിരപരാധികളായിട്ടുള്ള സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ആൾക്കാരെ കൊന്നിട്ട് പാകിസ്ഥാനിലേക്ക് കടന്നുപോയ ഭീരുവായിട്ടുള്ള ഭീകരവാദിയാണ്. അപ്പോൾ അയാളുടെ മരണത്തിൽ സഹതപിക്കാൻ ദൈവം പോലും ഉണ്ടാവില്ല, ചെകുത്താനുണ്ടാവുമായിരിക്കും. അങ്ങനെയുള്ള ഒരാളിനെയാണ് ഇന്ന് ലോകത്തിന് അയാളുടെ ദംഷ്ട്രകളിൽ നിന്നാണ് മോചനം കിട്ടിയിരിക്കുന്നതെന്ന് പറയാം. ലോകം മറ്റൊരു ഭീകരനിൽ നിന്ന് കൂടി മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത്. സർ, മുംബൈ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെടുകയും അതുപോലെ രജൗരി ആക്രമണത്തിൽ 2 കുട്ടികളടക്കമാണ് 7 പേര്. IED ബ്ലാസ്റ്റാണ്, കുട്ടികളെ കൊന്നവരാണ്. 2 കൊച്ചു കുട്ടികളടക്കം 7 പേര്. അങ്ങ് പറഞ്ഞതുപോലെ സ്ത്രീകളെ കൊലപ്പെടുത്തിയ അവർക്ക് നീതി കിട്ടിയോ? അതാണ് നമ്മുടെ ചോദ്യം. ഈ അജ്ഞാതൻ അവർക്ക് നീതി കൊടുക്കുകയാണ്. ഇതല്ലാതെ പിന്നെ എന്താണ് നീതി നമുക്കിനി ചെയ്യാൻ കഴിയുക? അവർ മരിച്ചുപോയി, അവരുടെ ജീവൻ തിരിച്ചു കിട്ടുക എന്നുള്ളതാണ് നീതി. അതൊരിക്കലും സാധ്യമല്ല. കാളക്കുട്ടികളെയും ആട്ടിൻകുട്ടികളെയും കൊല്ലുന്നത് പോലെ, ഇളം മാംസത്തിന് വേണ്ടി അവരെ കൊല്ലുന്നത് പോലെ ആ കുട്ടികളെ കൊന്നിട്ട് പോയ ഈ വൃത്തികെട്ടവനെ പിന്നെ എന്തിന്? ഭൂമിക്ക് മേൽ പാപത്തിൻ്റെ ഭാരം അത്രമേൽ കുറഞ്ഞു ഈ റമദാൻ്റെ പുണ്യകാലത്ത് എന്ന് മാത്രമേ. ആ മഹാപാപിയുടെ ഭാരം ഭൂമിക്ക് കുറഞ്ഞു കിട്ടി. ഈ അജ്ഞാതൻ അവന് ശരിക്കും പറഞ്ഞാൽ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം കൊടുക്കേണ്ടതാണ്. ഏതവനായാലും ശരി, അവനെ നമുക്കറിയില്ല. അജ്ഞാതൻ എന്ന് പറയുമ്പോൾ തന്നെ അറിയാത്തവൻ എന്നാണല്ലോ. ആരായാലും ശരി, അവൻ്റെ മുമ്പിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെയാണ് ഈ സംഭവം നടത്തിയതെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഇനി കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഇപ്പോൾ വാർത്താ ഏജൻസികൾ ഇത് റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ ഈ സംഭവം. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ വാർത്ത വന്ന ഉടനെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയിലും അതിന് തൊട്ടു മുമ്പുള്ള ആഴ്ചയിലും ഒക്കെ പാകിസ്ഥാനിൽ ഇത്തരത്തിൽ നിരവധി അജ്ഞാതന്മാർ ഇറങ്ങുകയും കൊടും ഭീകരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരാളെ വീടിനുള്ളിൽ കയറിയാണ് 2 വട്ടം നിറയൊഴിച്ച് കൊലപ്പെടുത്തിയത്. അത് ആ മോട്ടോർ സൈക്കിളിൽ വന്ന അജ്ഞാതൻ മാഞ്ഞു പോകുന്നത് പോലെയാണ് പോയത്. എങ്ങോട്ട് പോയിന്ന് പാക് സൈന്യത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല, അവരുടെ ഇന്റലിജൻസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഈ അജ്ഞാതന്റെ ദൈവം മങ്ങാട്ടച്ഛൻ പണ്ട്, ശ്രീകൃഷ്ണൻ പണ്ട് മങ്ങാട്ടച്ഛനായി അവതരിച്ച് പൂന്താനത്തിനെ രക്ഷിച്ചു. അവശനായിരുന്ന പൂന്താനത്തിനെ ഗുരുവായൂരിലേക്ക് കൊള്ളക്കാരിൽ നിന്ന് രക്ഷിച്ചു കൊണ്ടുപോയതുപോലെ തന്നെ ഈ ഭീകരന്മാരിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം അയച്ച, അള്ളാഹു നിയോഗിച്ച ആളായിരിക്കണം അദ്ദേഹം. അതായിരിക്കണമല്ലോ പാകിസ്ഥാനിൽ വന്നതിന് കാരണം എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം.
ഇയാളെക്കുറിച്ച് കുറച്ചുകൂടെ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കിട്ടിയിട്ടുണ്ട്. പറയൂ. അത് ഇയാളുടെ ശരിക്കുള്ള പേര് ഫൈസൽ നദീം എന്നാണ് അത്രേ. ഇയാളെ ഈ അബൂ ഖത്തർ എന്ന് പറയുന്ന പേര്, അതെ, അയാൾ ആ പേര് പിന്നീട് സ്വീകരിച്ചതാണെന്ന് പറയുന്നു. അതിന്റെ കാരണം എന്താണെന്ന് പറയുന്നില്ല. ഒരു പക്ഷേ ഈ പല പല കേസുകൾ അതെ പേരുകൾ മാറ്റും. അപ്പൊ ഇയാളുടെ 2 പ്രധാന കൂട്ടാളികളുണ്ട്. അവരുമായി ചേർന്നാണ് ഈ രജൗരി. കാര്യമൊന്നും അതും കൂടെ വിശദീകരിക്കാം. ഇതിൽ പല പാസ്പോർട്ടുകൾ ഉണ്ടാവും, നിരവധി പാസ്പോർട്ടുകൾ ഉണ്ടാവും. അവിടെ ചെയ്തു കൊടുക്കാൻ ഭരണകൂടവും ഉണ്ടാവും. അപ്പോൾ ഓരോ രാജ്യത്തേക്കും പോകുമ്പോൾ ഓരോ പാസ്പോർട്ടാണ്. ഒരു കുറ്റകൃത്യം ഇപ്പോൾ രജൗരി വന്നിട്ട് പോകുമ്പോൾ അദ്ദേഹം ഇപ്പോൾ നേരെ ഖത്തറിലേക്ക് പോവുകയാണെന്ന് വെച്ചോളൂ. ആ പോകുന്നത് അബൂ ഖത്തർ എന്നുള്ള പേരിലായിരിക്കില്ല, ഈ പറഞ്ഞ രണ്ടാമത്തെ പേരിലുള്ള വീസയിൽ. അങ്ങനെയാണ് ഈ പേരുകൾ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അത്തരത്തിൽ ഇയാളെ കുറിച്ച് അങ്ങനെ നിരവധി ഈ നിറം പിടിപ്പിച്ച കഥകളും ഉണ്ട്. ഇയാളുടെ 2 കൂട്ടാളികളെ കുറിച്ചും കൂടെ പറയുന്നുണ്ട്. ഇവർ 3 പേര് ചേർന്നാണ് ഈ രജൗരിയിലെ ആക്രമണം സംഘടിപ്പിച്ചത്. അത് ഒരാള് സെയ്ഫുള്ള, അയാൾക്ക് സാജിദ് ജട്ട്, അലി, ഹബീബുള്ള, നൗമാൻ, ഇങ്ങനെ നിരവധി പേരുകളുണ്ട്. ഇനി 3ാമൻ മുഹമ്മദ് കാസിം. ഈ മുഹമ്മദ് കാസിമിനെ കുറിച്ചോ സെയ്ഫുള്ളയെ കുറിച്ചോ ഇപ്പോൾ വിവരങ്ങളൊന്നും ലഭ്യമല്ല. അവർ അജ്ഞാതനിരയായോ അതോ ഏതെങ്കിലും രഹസ്യ കേന്ദ്രത്തിൽ ഭയന്ന് വിറച്ച് കഴിയുകയാണോ എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. എന്തായാലും ഈ അബൂ ഖത്തൽ അഥവാ ഫൈസൽ നദീം, അയാളും ഈ സാജിദ് ജട്ടും ഇവർ 2 പേരും പാക് പൗരന്മാരാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് നമ്മുടെ സേനകൾ. അതുപോലെ തന്നെ ഇവര് ഈ കാസിം, ഈ മുഹമ്മദ് കാസിം എന്ന് പറയുന്ന ആള് ഇന്ത്യക്കാരനാണ്, കാശ്മീരിയാണ്. അയാൾ 2002 അതിർത്തി കടന്ന് പാകിസ്ഥാനിൽ പോയി ഭീകര പരിശീലനം നേടി ലഷ്കർ-ഇ തോയ്ബയിൽ ചേർന്നയാളാണ്. ഇതാണ് ഇവരെ കുറിച്ച് അടിസ്ഥാനപരമായിട്ട് കിട്ടുന്ന വിവരം. അതുപോലെ തന്നെ ഈ പറയുന്നത് പോലെ അബൂ ഖത്തലിന് NIA ചാർജ് ഷീറ്റിലുള്ളയാളാണ്, NIA തലയ്ക്ക് വില പറഞ്ഞിരിക്കുന്നയാളാണ്. 2023 ജനുവരി 1-നാണ് ഇവർ ഈ ആക്രമണം ആസൂത്രണം ചെയ്യുന്നതും ഈ LED സ്ഫോടനം നടത്തുന്നതും ഒക്കെ. തുടർന്ന് ഈ പറഞ്ഞതുപോലെ ആൾക്കാർ ഹൈ എക്സ്പ്ലോസീവ്, അതായത് അത്ര സാങ്കേതികമായി അത്രയും മികച്ച പരിശീലനം കിട്ടിയവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ പറ്റൂ. അപ്പൊ ഒരു കണക്കിന് പറഞ്ഞാൽ അവരുടെ ഒരു അറിഞ്ഞിരിക്കണം. അവരുടെ ബുദ്ധി കേന്ദ്രം മാത്രമല്ല അബൂ ഖത്തൽ. അബൂ ഖത്തൽ ഇത്തരത്തിലുള്ള വലിയ വലിയ സ്ഫോടനങ്ങൾ, അതായത് ഈ മാരകമായി പരിക്കേൽപ്പിക്കാനും നമ്മുടെ ഈ പറയുന്നത് പോലെ വലിയ പാലങ്ങളും വലിയ ബിൽഡിങ്ങുകളും ഒക്കെ തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള സ്ഫോടനങ്ങൾ ആസൂത്രണം ചെയ്യാനും ആ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും ബോംബ് തുടങ്ങിയ സാധനങ്ങൾ നിർമ്മിക്കാനും അത് കൃത്യമായിട്ട് സമയബന്ധിതമായിട്ട് പൊട്ടിത്തെറിപ്പിക്കാനും കഴിവുള്ളയാളാണ്. അയാളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്, നിസ്സാരക്കാരനല്ല. അപ്പോൾ കടുവയെ പിടിച്ച കെടുവ എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് ഈ അജ്ഞാതന്റെ ഇപ്പോഴത്തെ ഈ ഒരു ഇടപെടലിലൂടെ നമുക്ക് മനസ്സിലാകുന്നത്. ഇനി ഇത് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണമാണോ? ഇപ്പോൾ കാരണം എന്ന് വെച്ചാൽ പാകിസ്ഥാനിൽ വലിയ തോതിൽ ഈ ബലൂചിസ്ഥാൻ വിഷയം നടക്കുന്നുണ്ട്. അതുപോലെ ഒരു വശത്തു നിന്ന് അഫ്ഗാനിസ്ഥാൻ കയറി അടിച്ചുകൊണ്ടിരിക്കുന്നു, അവിടുത്തെ താലിബാൻ അത് അടിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ ആകെ ഞെരുങ്ങി ശ്വാസം മുട്ടി വല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ ഇത് ആരാണ് ചെയ്തതെന്ന് ഒരുത്തർക്കും പാകിസ്ഥാനിലെ അന്വേഷണ ഏജൻസികൾക്കും പാകിസ്ഥാന് പുറത്തുള്ള അന്വേഷണ ഏജൻസികൾക്കും ഇത് കണ്ടെത്താൻ പറ്റുന്നില്ല. അന്വേഷണം എങ്ങും എത്താതെ വരുമ്പോൾ പാകിസ്ഥാൻ ചെയ്യുന്ന ഒരു പരിപാടി ഇത് ഇന്ത്യയാണ് ഇത് ചെയ്തത്. കാനഡ പറഞ്ഞതുപോലെ തന്നെ, ജസ്റ്റിൻ ട്രൂഡോ പണ്ട് പറഞ്ഞതുപോലെ ഒരു തെളിവുമില്ല, പക്ഷെ ഇന്ത്യയാണ്. അവരുടെ ഒരു എക്സ്ക്യൂസാണ്. കേന്ദ്രമാണ് ഈ ആശാ വർക്കർമാർക്ക് പണം കൊടുക്കാതിരിക്കുന്നതെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞതുപോലെ ഒരു കള്ളം അവർ പറയാൻ സാധ്യതയുണ്ട്. ഒരു കള്ളം. ബ്ലെയിം ഇറ്റ് ഓൺ ഇന്ത്യ. അതെ, ഈ ബ്ലെയിം ഇറ്റ് ഓൺ സെന്റർ എന്ന് കേരള ഗവൺമെന്റിന്റെ നയം പോലെ. കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ച് അങ്ങ് പുറത്തു വന്ന വിവരമാണ്. UN-ൽ ഇത് സംബന്ധിച്ച് പാകിസ്ഥാൻ പ്രതിനിധി വലിയ കാര്യത്തിൽ ഇങ്ങനെ ഇന്ത്യയെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. പക്ഷേ ഇന്ത്യയുടെ പ്രതിനിധി വളരെ ശക്തമായി തെളിവ് സഹിതം അതിന് മറുപടി കൊടുത്തു. ഇതിനകത്ത് ഇന്ത്യക്ക് യാതൊരു പങ്കുമില്ല. ഇത് ഈ ഭീകര പ്രവർത്തനത്തിന്റെ പ്രഭവ കേന്ദ്രം, ഭീകരത ലോകത്തിന് മുഴുവനും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത് 2 കാര്യങ്ങളാണ് പറഞ്ഞത്. 2 സാധനങ്ങളാണ് പാകിസ്ഥാൻ കയറ്റി അയക്കുന്നത്. ഒന്ന് കഴുതകൾ, രണ്ടാമത് ഭീകരവാദികൾ. ഇത് രണ്ടുമാണ് കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ച് തെളിവ് സഹിതം നമ്മുടെ ഇന്ത്യൻ പ്രതിനിധി UN-ൽ അവതരിപ്പിച്ചതോടുകൂടി പാകിസ്ഥാന്റെ മിണ്ടാട്ടം മുട്ടിപ്പോയി. ഒരക്ഷരം മിണ്ടാതെ പാക് പ്രതിനിധി അവിടെ മൂലയ്ക്കിരുന്നു പറഞ്ഞത്. ഇത് പ്രൊപ്പഗാൻഡയല്ല, ഇത് സത്യമാണ് പറഞ്ഞത്. 100% സത്യമായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതാണ് വ്യത്യാസം. അതുകൊണ്ട് തന്നെ ഈ ഇന്ത്യക്കെതിരെ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങൾക്ക് പഴയ പോലെ മൂർച്ചയില്ല. മുനയൊടിഞ്ഞ ആരോപണങ്ങളാണ് ഈ പാകിസ്ഥാൻ ഇപ്പോഴും
നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമുക്ക് രജൗരിയുടെ ആക്രമണത്തിന് നീതി നടപ്പായി, വിശുദ്ധ മാസത്തിൽ റംസാൻ മാസത്തിൽ നീതി നടപ്പായി, ദൈവത്തിൻ്റെ നീതി നടപ്പായി എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ഇതിനകത്ത് നിന്ന് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇനിയും ഹഫീസ് സയ്യിദിൻ്റെ കാര്യത്തിൽ കൂടി ആ നീതി നടപ്പാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, വളരെ താമസിയാതെ. അദ്ദേഹം അസുഖബാധിതനാണെന്നാണ് അറിഞ്ഞത്, പക്ഷേ എന്നാലും ചികിത്സയിലാണ് എന്നാണ് നാം പറയുക. അതുകൊണ്ടായിരിക്കും അജ്ഞാതൻ ഇപ്പോൾ അദ്ദേഹത്തെ വെറുതെ വിടുന്നത്. ഈ അജ്ഞാതൻ വീണ്ടും തിരിച്ചു വരും എന്ന് തന്നെ നമുക്ക് അത് രക്ഷകന്റെ രൂപത്തിലായിരിക്കും. മുംബൈയിലെയും രജൗരിയിലെയും നിരപരാധികളായ അതെ അവരുടെ ചോരയിൽ വീണ അവരുടെ ചോരയ്ക്ക് കണക്ക് ചോദിച്ചിരിക്കും അജ്ഞാതൻ. അത് ദൈവനീതിയാണ്, അത് നടപ്പാകുമെന്ന് തന്നെയാണ് നമുക്കും ഈ അവസരത്തിൽ തോന്നുന്നത്. എന്തായാലും മുന്നോട്ട് പോട്ടെ. ഹാഫിസ് സയ്യിദിനെ ഇന്ത്യക്ക് കൈമാറണം എന്നുള്ള ആവശ്യം നിരവധി വർഷങ്ങളായിട്ട് നമ്മൾ ഉന്നയിക്കുന്നതാണ്. അമേരിക്ക അടക്കം ഈ കാര്യത്തിൽ നമ്മുടെ പക്ഷത്താണ്. പക്ഷേ പാകിസ്ഥാൻ തെളിവുകൾ പോരാ, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ പോകുന്നു, ഇന്ത്യക്കെതിരെ വലിയ വാദങ്ങളൊക്കെ നടത്തുന്നു. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ പാകിസ്ഥാൻ മറുപടി പറയേണ്ടി വരും. നാളെ അല്ല, ഇത് തുടങ്ങിക്കഴിഞ്ഞു. ബലൂചിസ്ഥാനിലെ ട്രെയിൻ റാഞ്ചലോട് കൂടി തന്നെ അവർ കണക്ക് പറഞ്ഞു തുടങ്ങി, അവരെ കണക്ക് പറയിച്ചു തുടങ്ങി. വാളെടുത്തവൻ വളർത്താൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.